വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൗ യഖ്തദാ ബിമുത്തമ്മിൻ, ഒരു പൂർണ്ണമായി നിസ്കരിക്കുന്ന ആളോട് ഒരാൾ പിന്തുടരുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മുഖീമാവാം, അല്ലെങ്കിൽ മുസാഫിറാവാം. അത് ഒരു നിമിഷം അയാളോട് പിന്തുടർന്നാൽ കാൻ അദ്റകഹു ഫി ആഖിരി സലാത്തി, ഉദാഹരണത്തിന് അവൻ്റെ അവസാനത്തെ സലാമിന് തൊട്ട് മുമ്പാണ് അവനോട് പിന്തുടർന്നത്. അല്ലെങ്കിൽ ഓ ഹദസ, അല്ലെങ്കിൽ ഓന് ഹദസായോ ആക്കിബക്കത്തിതായി, അതായത് ഇവന് തോണ്ടി ഇമാമിനെ ചെന്ന് ഇതായിട്ടുള്ളൂ, അപ്പോൾ അതിന് തന്നെ അയാൾ ഉതിർന്നു പോയി. അപ്പോൾ ആ ഒരു നിമിഷം എന്ത് ചെയ്തിട്ടുള്ളൂ, അയാൾ ഇമാമിനെ പിന്തുടർന്നിട്ടുള്ളൂ. അയാൾ പൂർണ്ണമായി നിസ്കരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമാം എന്താ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഇയാൾക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, മഅ്മൂമിനെ കസറാക്കാൻ ഒരു നിലക്കും പറ്റൂല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇമാം എങ്ങാനും പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഒരു നിലക്കും മഅ്മൂമിനെ കസറാക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ ഇന്ന് പറയുന്ന ഏകദേശം എല്ലാ മസലകളിലും ആ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വലവിക്തദാഫിൽ ളുഹുരി ബിമാ യഖ്ളിയ സുബ്ഹ, ഒരാൾ ളുഹുർ നിസ്കരിക്കാണ്, അയാൾ കസറാക്കാണ്. അങ്ങനെ അയാൾ ആരോടെ പിന്തുടരുന്നത്? സുബ്ഹി ഖളാ കിട്ടുന്ന ആളോട്. അത് ചിലപ്പോൾ മുസാഫിറാകാം, അല്ലെങ്കിൽ മുഖീമാകാം. സുബ്ഹി ഏതായാലും കസറാക്കുന്ന അവസ്ഥ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻക്ക് അവനെ പിന്തുടർന്നാൽ ഫുള്ളാക്കണ്ടേന്ന്. അപ്പോൾ ഒരു കീല അവനക്ക് കസറാക്കാൻ പറ്റുമെന്ന്. കാരണം എന്താ, രണ്ട് റക്അത്തല്ലേ ഉള്ളൂ എന്ന്. അസഹ നോക്കുമ്പോൾ എന്നെ സുബ്ഹ താമത്തും ഫീ നഫ്സിയ, സുബ്ഹി അതിൻ്റെ 2 റക്അത്തല്ലേ ഉള്ളൂ, അത് അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ പൂർണ്ണല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവൻ ആരാണ്? മുത്തിമ്മായി നിസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ മുത്തിമ്മിനോട് പിന്തുടർന്നാൽ എന്ത് ചെയ്യേണ്ടി? പൂർത്തിയായി നിസ്കരിക്കേണ്ടല്ലേ. അപ്പോൾ അതാണ് കണക്ക്, അതാണ് അസഹ കേട്ടോ. അപ്പോൾ അവനെന്ത് ചെയ്യണം? സുബ്ഹി നിസ്കരിക്കുന്ന ആളോട് ഒരാൾ പിന്തുടരാൻ ചെന്നാൽ അയാൾ നിസ്കരിക്കുമ്പോൾ ഫുള്ളാക്കി നിസ്കരിക്കേണ്ടി വരും, കസറാക്കാൻ പാടില്ല. അതാണ് അസഹ. കാരണം എന്താ, എൻ്റെ സുബ്ഹ താമത്തും ഫീ നഫ്സി, അത് അതിൻ്റെ സ്വയം നഫ്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്താണ്? പൂർണ്ണമാണ്. ഇനി അടുത്ത മസാല, വലോ സ്വല്ല ളുഹുറിനെ നിസ്കരിച്ചു ഖൽഫൽ ജുമാഅത്തി, ജുമാൻ്റെ വേക്കിലാണ്. പിന്നെയും സംശയം. അങ്ങനെയാണെന്നെങ്കിൽ അതമ്മ. കാരണം എന്താ അറിയോ, ലിയന്ന സ്വലാത്തു ഇക്കാമത്തി, കാരണം എന്താ, മുക്കീമീങ്ങളെ നിസ്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് അവൻ പൂർത്തിയാക്കണം. വക്കീല, അവിടെ ഒരു കീലുണ്ട്. ഇൻകുൽന ഈ ലുഹുറും മഖ്സൂറത്തുൻ, കസറാക്കപ്പെട്ടിട്ടുള്ള ലുഹുറാണ് ജുമാ എന്ന് പറയുകയാണെങ്കിൽ അവനക്ക് കസറുണ്ടല്ലോ എന്നാണ് ഒരു കീല. ഇല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. എന്ത്, ജുമാ എന്ന് പറഞ്ഞാൽ ലുഹുറും മഖ്സൂറാണെന്ന് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫയക സുബിയ, സുബീൻ്റെ പോലെ തന്നെ. സുബി ഫീ നഫ്സിൽ എന്താണ്? മുത്തിമ്മാണ്, താമാണ്. അതേമാതിരി തന്നെ ഈ ജുമാ ഫീ നഫ്സിൽ താമാണ്. അപ്പോൾ അത് പിന്തുടർന്ന് നിസ്കരിക്കുന്ന ആൾ താമായി നിസ്കരിക്കണം. അവിടെ ഉണ്ടാവും മറ്റേ കീഴിലെ ആൾക്കാരുണ്ട്, അത് റക്കാത്തിൻ്റെ എണ്ണം നോക്കുമ്പോൾ കസറാക്കി കൂടെ എന്ന് പറഞ്ഞ ആൾക്കാർ. ഓക്കെ, ഏതായാലും അസഹ അനുസരിച്ച് അമൽ ചെയ്യാം. ഇനി കാലഫിർ റൗലത്തി, റൗലയിൽ പറയുന്നത് വസവാവും കാന ഇമാമുവ മുസാഫിറൻ ഔ മുക്കീമൻ ഫഹാദാ ഹുക്കുമു, ജുമാൻ്റെ ഇമാമിന് മുസാഫിറായിക്കൂടെ, അതേമാതിരി തന്നെ മുക്കീമും ആകാം. ഇത് രണ്ടാളാണെങ്കിൽ തന്നെയും എന്താകാം, ഇത് തന്നെയാണ് അതിൻ്റെ വിധീൻ. കാലഫി സറൽ മൗദബി വലോ നവാൽ ലുഹറ, ലുഹറിനോ കരുതി മഗ്‌രിബ് നിസ്കരിക്കുന്ന ആളെ ബാക്കിലാണ്. അയാളെന്ന് വെച്ചാൽ ഹലറിലോ സഫറിലോ എന്താകട്ടെ, മഗ്‌രിബ് ഏതായാലും ഇപ്പോൾ കസറില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു നിലക്കും എന്തില്ല, കസറില്ല. എല്ലാ വിഷയത്തിലും ഖിലാഫുണ്ട്, പക്ഷേ ഇതിലൊരു ഖിലാഫും ഇല്ല. കാരണം എന്താ, ഖിലാഫിൻ്റെ ഒരാവശ്യമില്ല. അപ്പോൾ ഖിലാഫില്ലാത്തൊരു വിഷയം നമുക്ക് മസല കിട്ടിയില്ലേ. ഓക്കെ, ഇനി യോഹദു മിമ്മാ ദുക്കിറ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യോഹദ് എടുക്കപ്പെടും എന്ത്, ഷർത്തുല്ലിൽ കസരി, കസറിന് ഒരു ഷർത്ത് ഉണ്ടാക്കുക. എന്താ, അല്ല യഖ്തിദിയ ബിമുത്തിമ്മിൻ, ഒരു പൂർത്തിയായി നിസ്കരിക്കുന്ന ആളോട് പിന്തുടരാതിക്കുക എന്നുള്ളതാണ് കസറിൻ്റെ ഷർത്ത്. ഓക്കെ, അതേമാതിരി തന്നെ മുത്തിമ്മ്, അതോടുകൂടി തന്നെ വലാം ബി മുസല്ലിൻ സ്വലാത്തൻ താമത്തൻ, ഒരു പൂർണ്ണമായിട്ടുള്ള നിസ്കാരം നിസ്കരിക്കുന്ന ആളോട് ഫീ നഫ്സിഹ, അതിൻ്റെ നഫ്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ, അതായത് സുബിൻ്റെ നഫ്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ സുബി എന്താണ്, ഫീ നഫ്സിൽ അത് മുത്തിമായ നിസ്കാരമാണ്. അപ്പോൾ അയാളോട് പിന്തുടരാതിക്കുക കത്ത് നിർബന്ധമായിട്ടും. ഫീ നഫ്സി ഔ സലാത്ത ജുമാഅത്തിൻ, അല്ലെങ്കിൽ കത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും. അതേമാതിരി തന്നെ സലാത്ത ജുമാഅത്തി, അതേമാതിരി തന്നെ ജുമാ നിസ്കാരം, അതിൽ അത്ര കത്ത് ഇല്ല, അതാണ് അവിടെ കത്ത് നേരത്തെ കൊടുത്തത്. വയസഹു ഇദ്റാജുഹാ ഫിൽ മുത്തമ്മി, ഇതിനർത്ഥം ശ്രദ്ധിക്കണേ. വയസഹു ശരിയാകും, ഇദ്റാജുഹാ, ഈ ഹാ മടങ്ങുന്നത് സ്വലാത്തുക്കാണ്.
അത് താമാകട്ടെ മഖ്സൂറ രണ്ട് കിസ്മും. അതായത് താമായിട്ടുള്ള നിസ്കാരം തന്നെ കസറായിട്ടുള്ള നിസ്കാരം എന്തായാലും ഇദ്റാജ് പറഞ്ഞ ഇലാഫത്ത് അതിലേക്ക് ചേർക്കൽ, ഇദ്റാജ് പറഞ്ഞ നിസ്കാരത്തിനെ ചേർക്കൽ ഫിൽ മുത്തിമ്മില് അത് ചേർക്കൽ ജായിസാന്ന് പറഞ്ഞാൽ ഇവന് എന്ത് ചെയ്യുക, ആദ്യം കസറായി പിന്നെ എന്ത് ആ കസറിന്റെ നീയത്ത് വെച്ച് പിന്നെ അതിലേക്ക് ചേർക്കല്ല എന്ത് രണ്ടരക്കകത്ത് അത് സ്വയ്യാണ്, വേറെ മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇനി വളരെ സിമ്പിൾ മസലകളാണ്. വലോ റൗഫൽ ഇമാമുൽ മുസാഫിർ, മുസാഫിറായ ആൾക്ക് ഇമാമായിരുന്നു, അയാൾക്ക് മൂക്കിന്ന് ചോര വന്നു അല്ലെങ്കിൽ അയാൾക്ക് ഒതു മുറിഞ്ഞു. അപ്പോൾ അയാൾ പകരം ആളെ നിർത്തിയാണ്ട് വല്ല എന്താണ് ഒതു എടുക്കാൻ പോകില്ലേ, അപ്പോൾ അസ്തഹലഫ് അയാൾ പകരം നിർത്തി ആരെയാണ് പഠിച്ചാൽ മുത്തിമ്മൻ പൂർണ്ണ നിസ്കരിക്കുന്ന ഒരാളെ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ കസറായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളെ ബാക്കിൽ വന്നിട്ട് ഒരു മുത്തിമ്മായിട്ടുള്ള ആൾ പിന്തുടർന്നാൽ അയാൾക്ക് പ്രശ്നമില്ലല്ലോ, നേരെ തിരിച്ചാകുമ്പോഴല്ലേ പ്രശ്നം. അപ്പോൾ ഇവിടെ പകരമാക്കിയത് മുത്തിമ്മായിട്ടുള്ള ആളെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മുക്തദീന പോയിരിക്കും, ചിലപ്പോൾ അയാൾ മുക്തദി ആകും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആകും. അങ്ങനെയാണെന്നെങ്കിൽ അതമ്മൽ മുക്തദൂന ഇങ്ങനെ വരുമ്പോൾ അയാളെ പിന്തുടരുന്ന ആൾക്കാർ, അതായത് ആദ്യമുള്ള മൗമൂമിയങ്ങളില്ലേ മുസാഫിരിങ്ങളാണെങ്കിൽ തന്നെയും അവർക്ക് എന്ത് ചെയ്യണം, പൂർത്തിയായി നിസ്കരിക്കണം. കാരണം എന്താ ഇവിടെ ഖലീഫയാണ് ഇവിടെ എന്ത് പിന്നത്തെ നേതാവ്. അപ്പോൾ ഖലീഫനാണ് പിന്തുടരുക, ഖലീഫ ആണെങ്കിലും മുത്തിമ്മാണ്, ഖലീഫ മുത്തിമ്മായതുകൊണ്ട് ബാക്കുള്ള മൗമൂമിയങ്ങളും മുത്തിമ്മാകേണ്ടി വരും. ഹുക്കുമ പ്രകാരം ഖലീഫയെ ആണ് ആര് മൗമൂമിയങ്ങള് പിന്തുടരുന്നത്. ബിദലീല് തെളിവുണ്ട്, അന്ന സഹ്വഹു യലഖും, അതായത് ഈ ഇയാളുടെ അന്ന സഹ്വ പറഞ്ഞാൽ ഖലീഫയുടെ സഹ്വ് ആർക്ക് വരും, എല്ലാക്കും ഈ മുഖ്തദീങ്ങളോട് വരും അല്ലേ. സഹ്വിൻ്റെ സുജൂദ് ചെയ്യുമ്പോഴേ ഈ രണ്ടാമത് പകരം വന്ന ആളുടെ സഹ്വിനെ അയാളെ സുജൂദ് ചെയ്യുമ്പോൾ ആരും സുജൂദ് ചെയ്യണോ, ബേക്കുള്ള മുഅ്മിനീങ്ങളും സുജൂദ് ചെയ്യണ്ടേ. അപ്പോൾ ആ സഹ്വ് ഇങ്ങോട്ട് വരുന്നോണ്ടല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ ഹുക്കുമിൽ എന്ത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹുക്കുമിൽ ഈ മുഅ്മിനീങ്ങൾ ആരെയാണ് പിന്തുടരുന്നത്, ഖലീഫനെയാണ് പിന്തുടരുന്നത്. വക്കനാലോ ആദൽ ഇമാമ് വഖതദാബി, അതേമാതിരി തന്നെ ഈ ഇമാമ് ഈ സമയത്ത് പിന്തുടർന്ന് തിരിച്ചു വന്നു, അപ്പോൾ ഈ ഖലീഫ ബാക്ക് വെക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പിന്തുടരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൽസമോ ലിത്തുമാമോ, കാരണം എന്താ ഇവിടെ ഇടയിൽ ആര് വന്നു, ഇടയിൽ ഒരു മുത്തിമ്മിനോട് പിന്തുടർന്നു അല്ലേ. ഇനി വലോ ലസിമൽ ഇത്തുമാമ മുഖത്തതിയൻ, വലോ ലസിമൽ ഇത്തുമാമു മുഖത്തതിയൻ, അവനക്ക് ഇത് പൂർത്തിയായ നിസ്കരിക്കൽ നിർബന്ധമായി. മുഖത്തതിയൻ ഒരാളെ പിന്തുടർന്നിട്ട് കമാത്ത കഥ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു മുക്തദിനെ പിന്തുടരുന്ന അല്ല സോറി ഒരു മുത്തിമ്മിനെ പിന്തുടർന്നാൽ അവനക്ക് പൂർണ്ണമായി നിസ്കരിക്കൽ നിർബന്ധമാവുമല്ലോ. എന്നിട്ട് അങ്ങനെ അവൻ നിസ്കരിക്കാനായിട്ട് അവൻ നിസ്കാരൻ്റെ ബാത്തിലായി പോയി, അല്ല ഇമാമിൻ്റെ നിസ്കാരം ബാത്തിലായി പോയി, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി ഇമാമിന് ഹദസായിരുന്നു. അതായത് ആദ്യം മുത്തിമ്മിനെ പിന്തുടർന്നുകൊണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത്, എന്ത് കസറായി നിസ്കരിക്കേണ്ട നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഓതില്ല ഇനി ആ സമയത്ത്. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യണം, ഈ ആള് പിന്നെ ഒരിക്കലും എന്ത് കസറാക്കി നിസ്കരിക്കാൻ പറ്റില്ല. കാരണം എന്താ, കാരണം അത്തമ്മ പൂർത്തിയായി നിസ്കരിക്കണം. കാരണം ലിയന്നഹുൽത്തസമാൽ ഇത്തമാമ ബില്ലിക്കത്തിതായി, ഓന് പൂർത്തിയായി നിസ്കരിക്കൽ നിർബന്ധമായി മാറിയില്ലേ, ബില്ലിക്കത്തിതായി ഓനെ പിന്തുടരുന്നുണ്ട്. ആ നിർബന്ധം പിന്നെ എന്ത് ചെയ്യില്ല, മാതുക്കിറ ഇപ്പൊ പറഞ്ഞ ഫസാദാകല് അല്ലെങ്കിൽ അതുണ്ടാകലൊന്നും ലായതുഫോ ഇത്തിമാമിനെ ഇത്തിമാമിനെ തടയുന്നില്ല. അപ്പോൾ അതൊക്കെ ഇത്തിമാമാക്കാനുള്ളതാണ് നിയമത്തിൽ വിടുന്നത്. ഈ കാലഫി സറയിൽ മദബി വലോ അഹറമ മുൻഫരിദൻ, ഒരാൾ ഒറ്റക്കായിരുന്നു ഇഹ്റാം കിട്ടിയത്, വല മെൻവിൽ കസറ, ഓൻ അപ്പോൾ കസറാക്കിയാൽ കസറായി നിസ്കരിക്കാൻ കരുതിയില്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവൻ്റെ നിസ്കാരം ഫസാദായി പോയാൽ ലസിമോ ഇത്തിമാമോ അവനക്ക് പൂർത്തിയായി നിസ്കരിക്കൽ നിർബന്ധമാകും. ഇനി വലവിക്തദാവിമം വന്നഹു മുസാഫിറൻ, ഒരാൾ യാത്രക്കാരനെ വിചാരിച്ചിട്ട് അയാളെ പിന്തുടർന്നതാട്ടോ, ഫനവൽ കസറ, അങ്ങനെ അയാളെ വിചാരിച്ചിട്ടുള്ളേ, അങ്ങനെ അവൻ കസറിനെ നെയ്യത്ത് വെച്ച് അല്ലത് യുവമിന, സാധാരണ മുസാഫിരിങ്ങൾ കസറാക്കി നിസ്കരിക്കലല്ലേ ബിയോ, സാധാരണ മുസാഫിരിങ്ങൾ എന്താണ് ആ ഖസറിനെ കരുതലാണ്. അപ്പോൾ അങ്ങനെ അവൻ അതിനെ കരുതി. ഇപ്പോൾ ബാന മുക്കീമൻ, പിന്നെ മനസ്സിലായത് എന്ത് ചെയ്യും, നമുക്ക് വന്നല്ലോ ഇനി അത് വന്നു മാറി, അവൻ മുക്കീമാണ്, ഇവിടെ നാട്ടിൽ നിൽക്കുന്ന ആളാന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതമ്മ ഓൻ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. കാരണം എന്താ, ഈ തക്കസീഹി ഫി വന്നി, ഓനോ വന്നുകൊണ്ടൊന്നും പറ്റൂല, അതൊക്കെ അവൻ്റെ വീഴ്ച തന്നെയാണ്. കാരണം എന്താ,
ഒരാൾ നാട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അയാളെ ഡ്രസ്സൊക്കെ നോക്കി അയാൾ ഷിആർ ഇത് ഷിആറുൽ ഇഖാമത്ത് ളാഹിറാണല്ലോ, പിന്നെ എന്താ ഓനക്ക് അങ്ങനെയൊക്കെ വരാൻ കാരണം അതുകൊണ്ട് എന്ത് ഓനൊരിക്കലും പൂർത്തിയാക്കി നിസ്കരിക്കുക, ഓൻ കസറാക്കി നിസ്കരിക്കരുത്. ഇനി ഓന് ഇക്തദ നാവിയലിൽ കസ്രി ബിമൻ ജഹില സഫറുഹു, ഒരാൾ മുസാഫിറാണ്, നേരത്തെ ലൊന്നാണ്. ഇവിടെ ഒരാൾ മുസാഫിറാണോ അല്ലെന്ന് ഒരു അറിവുമില്ല, അപ്പോൾ ശക്ക അല്ലെങ്കിൽ സംശയമാണ്. ലൊന്നിൻ്റെ അടിയിലാണ് ഒരു ശക്ക് വരിക, മുസാഫിറാണോ മുക്കീമാണോ, അതൊക്കെ ഏതായാലും ഉറപ്പാണ് എന്ത് ഇത്തിമാമ ചെയ്യണം എന്നുള്ളതാണ്. ലൊന്നായാൽ തന്നെ ഇത്തിമാമ ചെയ്യണം അല്ലേ. ഇനി ഇംബാന മുസാഫിറൻ കാസിറ, പക്ഷെ നേരത്തെ സ്ഥലത്ത് മുസാഫിർ ലൊന്നിൻ്റെ സമയത്തും മുസാഫിറാണ്, കസറായി നിസ്കരിക്കുന്ന ആളാന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യേണ്ടിയിരുന്നില്ല, ഇത്തിമാമ ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ ഇവന് ഈ മുസാഫിറാണ്, അതായത് ഇപ്പോഴുള്ള ഇമാം, അതായത് ഇവനക്ക് മഅ്മൂമിനെ അറിയില്ല ഇമാമ് മുസാഫിറാണോ അല്ലേന്ന്, എന്നിട്ടും ഇവന് കസറാണ് എന്നുള്ള നിലക്കാണ് പിന്തുടരുന്നത്. എന്നിട്ട് പിന്നെ മനസ്സിലായി, അപ്പോൾ ഇവിടെ ജഹലുണ്ട് അല്ലെങ്കിൽ ശക്കുണ്ട്, ഇങ്ങനെ കേട്ടോ. നേരത്തെ തൊട്ട് വന്നേനി. അപ്പോൾ ജഹലും ശക്കുള്ള സമയത്ത് ഇമാമ് മുസാഫിറുമാണ് കാസിറുമാണ്, കസറായി നിസ്കരിക്കുന്ന ആളാണെന്ന് മനസ്സിലായാൽ തന്നെയും എന്ത് ചെയ്യണം, ഇത്മാം ചെയ്യണം. കാരണം എന്താ, അതൊക്കെ ഇവിടെ ഓൻ്റെ വീസുണ്ട്. കാരണം ഒരു ഷിയാറിൽ മുസാഫിർ മുക്കീമി, ഇതൊക്കെ അവനക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം ഒരു ഷിയാറിലേക്ക് മുസാഫിറാണോ മുക്കീമാണോ. അപ്പം മുസാഫിറാണെന്ന് അപ്പം ലൊന്ന് വന്നാൽ പ്രശ്നമില്ല. ഓക്കെ. ഈ അസ്ലിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തമാമല്ലേ, അങ്ങനെ വരുമ്പോൾ അതാണ് എന്ത് ഇവൻ ഇത്തമാമാക്കണമെന്ന്. ഓക്കെ. ഇതിൽ യജൂസുലോൽ കസൂർ, എന്നാലും ഇവിടെ പറ്റുമോ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ യജൂസുലോൽ കസൂറോ അല്ലേ, അങ്ങനെ ഒരു കീലക്കാർ ഇതാ ബാന, ഓന് മുസാഫിറാണ് കാസിറാണ് എന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യുക, കസർ ചെയ്യാൻ പറ്റുമെന്ന് എന്നൊരു കീലയുണ്ട്. ഇനി വലോ അലിമോഹോ, ഇനി ഓനക്ക് മനസ്സിലായി എന്ത് ഓൻ മുസാഫിറാണ് എന്ന്, അല്ലെങ്കിൽ തന്നെ ഉള്ളൂ മുസാഫിർ ശക്ക ബി നീയത്തി, പക്ഷെ ഓനിപ്പോൾ എങ്ങനെ നീയത്ത് വെച്ചെന്നുമ്പോൾ ഓനക്ക് ശക്കായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അതായത് കസറിനെ നെയ്യത്ത് വെച്ചണോ ഇല്ലയെന്ന്, അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക, കസർ ചെയ്യുക. ഐ ജാസൽ കസറു ഓനക്ക് കരുതാം അല്ലെ. എൻ്റെ ഗോയറുമിനൽ അൽ മുസാഫിറിൻ്റെ ആല് വെച്ച് നോക്കുമ്പോൾ ഓന് ശരിക്കും കസറാക്കല്ല വേണ്ടത്. ഫൈംബാന അന്നവും മുത്തിമുൽ ലസിമുൽ ഇത്തിമാമു, എന്നാൽ തന്നെയും ഇത്തിമാമ് ചെയ്താൽ പിന്നെ ഇവൻ എന്ത് ചെയ്യേണ്ടി വരും, ഇത്തിമാമ വേണ്ടി വരും. കാരണം എന്താ, നമ്മളൊക്കെ ഫസ്റ്റ് പറഞ്ഞ ഒരു നിമിഷം ഒരു മുത്തിമിനോട് പിന്തുടർന്നാൽ അവനെ നമുക്ക് കസറാക്കാനുള്ള ഓപ്ഷനില്ല. കമാസറബി റാഫി ഫി തകല്ലുമി അല ലഫ്ലിൻ വജീസി, വജീസിലെ ലഫ്ലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് റാഫി മാമ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, റൗളയിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.